എന്താ സുകുമാര, തനിക്ക് വല്ലതും പറയാനുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കാര്യം ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷേ 4 പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കണ്ടായിരുന്നു. അതിന് സുകുമാരൻ ഈ രോഗമുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമല്ലേ ചോദിച്ചുള്ളൂ. എന്താ പപ്പു, തനിക്ക് വല്ലതും പറയാനുണ്ടോ? അല്ല, എനിക്കൊരു സംശയം. ഇതിന്റെ രോഗാണുക്കൾ അങ്ങനെ ഈ ആനയുടെ അത്രയ്ക്കുണ്ട്, അത് ഈ കൂത്തിക്കിന്റെ അത്രയ്ക്ക്? എൻ്റെ പപ്പു, ഇതിൻ്റെ രോഗാണുക്കളെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല. അത് ശരി. അപ്പോഴേ എനിക്കൊരു സംശയം. എന്താ മോളെ, പറയൂ. അല്ല, ഇതിങ്ങനെ പകരുന്ന രോഗമാണോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഈ സുകുമാരൻ്റെയും പപ്പുവിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കണേ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. കേരളത്തിനകത്തും പുറത്തും, അതായത് രാജ്യത്തിന് പുറത്തു പോലും ഇന്ത്യക്ക് വെളി വളരെയധികം ആരാധകർ സൃഷ്ടിച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ് സിനിമ. എന്തുകൊണ്ടാണ് പെട്ടെന്നത് നിർത്തിപ്പോയത്? എന്തായിരുന്നു നിർത്താൻ കാരണം? പെട്ടെന്ന് നിന്നെന്ന് പറയാൻ പറ്റില്ല. മഹത്തായ 20 വർഷത്തോളം 1000 എപ്പിസോഡ് പിന്നിട്ട വീക്കിലി പ്രോഗ്രാം, അതാണ് സിനിമ. അപ്പൊ പെട്ടെന്ന് നിന്നെന്ന് പറയാൻ പറ്റില്ല. 20 വർഷം എന്ന് പറയുന്നത് പെട്ടെന്ന് കടന്നു. വർഷം കടന്നാണ് പ്രശ്നം. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം തന്നെ ഒരു കമ്പനിയിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിക്കാർ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോവാണ്ട് നിങ്ങൾ ആ കമ്പനിയിൽ ഒരു ആവശ്യത്തിന് പോകേണ്ടി പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല. അപ്പോൾ നിങ്ങളാണ് വേറെ കമ്പനിക്കാരെന്നുണ്ടെങ്കിൽ നാളെ ഒരിക്കൽ ഞാൻ ആ കമ്പനിയിൽ നിന്ന് ആ കമ്പനി നിർത്തി പോകുന്ന ഒരാളാണെങ്കിൽ ഞാൻ അന്ന് നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ആ കമ്പനി നിർത്തിയപ്പോഴല്ലേ നിങ്ങൾ വന്നെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നതിൻ്റെ പുറത്ത് ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാമില്ല. നമ്മുടെ അനുഭവം പറഞ്ഞു. അന്ന് വിളിച്ചിട്ട് നിങ്ങൾ വന്നില്ല, പിന്നെ ഇപ്പം നിങ്ങൾ വന്നിട്ട് ചെയ്യാമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് എന്ന് ചോദിച്ചതിൽ കുറച്ച് ഒന്ന് അറിയിക്കായിരുന്നു ആർട്ടിസ്റ്റുകൾ. ഇപ്പോഴും കാണുന്നവരൊക്കെ ഇനി എന്നാ തുടങ്ങണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സബ്ജക്റ്റ് കിട്ടിയാലോ, അതെന്തിനാ നിർത്തിയേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമ്മളെ കാണുന്നവർ മുഴുവനും നമ്മളൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നൊരു ഇതായിരുന്നല്ലോ. അപ്പൊ നമുക്കും ഇപ്പൊ പല സാമൂഹ്യ വിപത്തുകളും സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നമുക്കും തുലിക ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ നമുക്കൊരു ബലമായിരുന്നു. അതെ, ഒരു ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനലിന്റെ ഒരു പിൻബലം ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സമൂഹത്തിന് വേണ്ടി എഴുതാം, അങ്ങനെ അത് നമുക്ക് ഫലിപ്പിക്കാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നമുക്കും ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അല്ല, ചാനലിലെ ന്യൂസ് അവറിൽ കാണിക്കുന്നതിന് അപ്പുറമായിട്ട് നമ്മളിവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അതെ, നമ്മളിപ്പോ എല്ലാം സപ്രയോജനകരമായിരിക്കണം, ജനത്തിന് എവിടെയെങ്കിലും കിട്ടണം, അല്ല കൊള്ളേണ്ടടുത്ത് കൊള്ളണം എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാം. അത് തമാശ രൂപത്തിലൂടെ പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യും. പക്ഷെ ഇപ്പോഴും ആ പ്രോഗ്രാം പോയനെ, ഇപ്പോഴും നിലനിന്ന് പോയനെ ആ പ്രോഗ്രാം, ഇപ്പോഴും അതിൻ്റെതായ രീതിയിൽ നിന്ന് പോയനെ. പക്ഷെ എന്തുകൊണ്ട് നിന്നു ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും അത് ഞങ്ങൾക്കറിയില്ല. ഇത് നമ്മള് ക്യാമറയുടെ മുൻപിലാണല്ലോ, പുറത്ത് തന്നെ ഇന്നാല് ലൈറ്റിങ്ങിന് അടിക്കുന്നുണ്ട്. അതിന്റെ പുറവശത്ത് എന്താ നടക്കണേന്ന് നമുക്കറിയാൻ പറ്റില്ല, നമുക്കില്ല. പക്ഷെ നിർത്തിയതൊരു വല്ലാത്തൊരു വിഷമം തോന്നി. പക്ഷെ ആ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചു, ഒരുപാട് ആരാധകരുണ്ടാക്കി. എവിടെ ചെന്നാലും നമുക്ക് ഒരു 5 പേര് കൂടി കിട്ടുന്നിടത്ത് 2 പേരെങ്കിലും നമ്മൾ തിരിച്ചറിയുന്ന ഐഡന്റിറ്റി ഇപ്പോഴും ഉണ്ട്. അതും സിനിമയിലുള്ള ബേസ് തന്നെയാണ്. ഫിഗർ അങ്ങനെ ഫിഗർ കളിയല്ലായിരുന്നു, രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫിഗർ അല്ലാണ്ട്. പിന്നെ അത് ഒരു വിഷയത്തിൽ ആക്റ്റീവായിട്ടുള്ള ആളുടെ ഫിഗർ മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ രമേശ് ഭായി ചെയ്തിട്ടുണ്ട്, ഫിഗർ ചെയ്തിട്ടുണ്ട്, മുരളീധരൻ ചെയ്തിട്ടുണ്ടല്ലേ, മുരളീധരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ തിക്കുറിശി, പിന്നെ കടന്നൽക്കൂടാണോ, കടന്നപ്പള്ളി രാമേന്ദ്രൻ. അപ്പൊ അതിന് കടന്നൽക്കൂട് എന്ന് പറയണേ. അത് പുള്ളിക്ക് അത് നമ്മുടെ മേക്കപ്പ് മാൻ സുധീർ ശാസ്ത്രിയുടെ ഒരു കഴിവെന്ന് പറഞ്ഞൊരു വലിയ കഴിവാണ്. കാരണം ഒരു ഇത്തിരി ഈ പുള്ളി അത് ഡെവലപ്പ് ചെയ്തെടുക്കും. അതെനിക്ക് ടൈഫോയിഡ് വന്നിട്ട് എൻ്റെ മുടി കുറേ കൂടി കൊഴിഞ്ഞു പോയി. ഞാനൊരുത്തിരി ക്ഷീണിച്ച് ഇങ്ങനെ ഈ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് സാജുകുടീനാണ് എൻ്റെ മുഖത്തൊക്കെ പറയണത്, രമേശേട്ടന് കടന്നപ്പള്ളി രാമേന്ദ്രനെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ്. അപ്പോഴേക്കും ശാസ്ത്രി വന്നു, അതിന്റെ കൃതാവൊക്കെ എടുത്ത് വെച്ചു വന്നു. അതിന്റെ ഇടയ്ക്ക് വേറെ എന്തോ ടൈഫോയിഡ് വന്ന് മുടി പോയെന്ന് അങ്ങനെ അത് പ്രായമോ പോവാ. ടൈഫോയിഡ് വന്ന് നമ്മൾ അത് എന്ത് ഈ പറഞ്ഞ എങ്ങനെ ചോദിച്ചു കൊടുത്തു അല്ലേ.
പിന്നെ നമ്മള് ഗോവിന്ദൻകുട്ടിയെ എന്റെ ഫിഗർ ചെയ്തിട്ടുണ്ട്. അത് ഗോവിന്ദൻകുട്ടി സാജുക്കുടിയിൽ ഇത്ര ഫിഗർ ചെയ്തിട്ടുണ്ട്. ഉഷാവുതുപ്പ് മുരളീധരൻ ചെയ്തിട്ടുണ്ട്. കൊടിയേരി ബാലകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. സമയത്തുള്ള ഒരു മൈദമാവ് പോലെ. പിന്നെ എന്താ ഒരു ആമിനത്താത്ത, പിന്നെ ഇ.പി. ജയരാജനോ മറ്റേ കൊടിയേരി അങ്ങനെ കുറേ സാധനം ശാസ്ത്രി എന്ന് പറഞ്ഞൊരു ശാസ്ത്രീയ ഒരു ശാസ്ത്രീയ വശമാണത് മുഖം. മിമിക്രി രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം? ഞാൻ 79 കാലഘട്ടത്തിലേക്ക് എൻ്റെ 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ പരിപാടി 79-80 എൻ്റെ 10ാം ക്ലാസ്സൊക്കെ. അപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു രാമചന്ദ്രൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എം എൻ നമ്പ്യാരെ നന്നായിട്ട് ചെയ്യും. പുള്ളിക്കൊരു കൊന്ത്രമ്പല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഞങ്ങളുടെ വീട്ടിൽ ഒരു കാര്യത്തിന് പുള്ളി ഹോം പെയിൻറ്റിങ് ചെയ്തിരുന്നു. ആ സമയത്ത് പുള്ളി മാള അരവിന്ദനെയും ഈ എം എൻ നമ്പ്യാരും പുള്ളി നന്നായിട്ട് ചെയ്യും. മിമിക്രിക്കാരനൊന്നല്ല, പുള്ളി ഒരു നാടകമൊക്കെ അഭിനയിച്ച നാട്ടിലെ കുറുമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കലാകാരന്മാരാണ്. ഒരു കർട്ടൻ വലിക്കാനെങ്കിലും സ്റ്റേജിൽ കയറാത്തവരില്ല എന്ന് പറഞ്ഞാൽ ഗ്രാമമാണ്. നാടകമായാലും ഒപ്പനയായാലും എന്തായാലും സ്റ്റേജിൽ കയറാത്തവരില്ല. അങ്ങനത്തെ ഒരു ഗ്രാമമാണത്. അപ്പൊ ഞാൻ ജനിച്ചത് അവിടെയാണ്. 65-ലാണ് എൻ്റെ ജനനം. ഞാൻ ജനിച്ചത് കുറുമശ്ശേരിയിലാണ്. ആ നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയാണ് എനിക്കത്, കല എന്നുള്ളത്. അപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ പെയിന്റ് അടിക്കുന്ന കൂട്ടത്തിൽ വള എന്നെ കാണിക്കും. ഞാൻ ഈ പുള്ളിയുടെ പുറകെ നടന്ന് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഡ്രില്ല് ഒരു സ്പോർട്സിനൊക്കെ പങ്കെടുത്തതിന് ശേഷം വീട്ടിൽ വന്ന് കണ്ണാടി എടുത്ത് തട്ടിൻ്റെ മുകളിൽ കയറി ഒരു ചാരുകസയിൽ നിന്ന് കണ്ണാടി എടുത്ത് ഇങ്ങനെ എം എൻ നമ്പ്യാർ ഇങ്ങനെ കാണിച്ച് കണ്ണ് കാണിച്ച് പല്ല് കാണിച്ച്. അപ്പം എം എൻ നമ്പ്യാരുടെ ഈ അടിയിലെ പല്ല് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ച് കറക്റ്റ് നമുക്ക് കണ്ണാടിയിൽ നോക്കിയാൽ എം എൻ നമ്പ്യാർ എന്നുള്ള രീതിയിൽ വന്ന് ഇരിക്കുമ്പോഴേക്കും രാത്രി അത്താഴം കഴിക്കാൻ അമ്മ വിളിച്ചു കഴിയുമ്പോൾ ഒരു കുളിര് വന്നു. കുറേ നേരം ഈ അംഗം തുടങ്ങിയിട്ട് ഈ ഞരമ്പൊക്കെ വന്നിട്ട് 2 ദിവസം പനി പിടിച്ച് നീര് വീണ് അങ്ങനെയാണ് ഈ എം എൻ നമ്പ്യാരെ പഠിക്കുന്നത്. പിന്നെ എം എൻ നമ്പ്യാർ അങ്ങനെ പനി വന്നു 2 ദിവസം പനി നീര് വീഴ്ചയായിരുന്നു. അങ്ങനെ എം എൻ നമ്പ്യാരെ കിട്ടി. പിന്നെ മാളാരന്തൻ അദ്ദേഹത്തിൽ എനിക്ക് പനി വന്ന് ഇവിടേക്ക് നീര് വീണുന്നേ. അങ്ങനെയാണ് എം എൻ നമ്പ്യാരാണ് ആദ്യം കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് മാളാരന്തൻ, പിന്നെ പപ്പു, ഇതൊക്കെ. പിന്നെ ഈ 10ാം ക്ലാസ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരുടെ ഇടയിലേക്ക് അവതരിക്കും. അന്ന് മിമിക്രി മത്സരമൊന്നും അല്ല. യുവജനോത്സവത്തിൽ മത്സരം ഇല്ല. മിമിക്രി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. മോണാക്ട് ഉണ്ടായിരുന്നു, മിമിക്രി ഉണ്ടായില്ല. പിന്നെ 10ാം ക്ലാസ്സിൽ ട്യൂഷന് പോകും. അപ്പോൾ കുറുമശ്ശേരിയിൽ നിന്ന് മൂന്നുകുളത്തേക്കാണ് ട്യൂഷന് പോണത്. അപ്പോൾ ഇങ്ങനെ ജയന്റെ അന്നത്തെ ഡയലോഗ്, സൈനബ ഇരുമ്പഴികളുടെ ഡയലോഗ്, സൈനബ കത്തുന്ന വിളിക്കുന്ന സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ പോണ വഴിക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാണ്. അങ്ങനെ ഒരു വളവുണ്ട്. ആ വളവിന്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ കത്തുന്ന എന്ന് പറഞ്ഞുകൊണ്ട് സാധനം കെട്ടി കഴിഞ്ഞപ്പോഴാണ് ജയന്റെ ടോൺ കിട്ടുന്നത്. അങ്ങനെ 10ാം ക്ലാസ്സിൽ വെച്ചപ്പോൾ ഈ കൂട്ടുകാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ മിമിക്രിക്ക് അവതരിപ്പിച്ചു. ഇത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിന്റെ ഫൈനലിൽ NCCയുടെ ക്യാമ്പ് അമ്പലമേട് FSCT ക്യാമ്പിൽ അവിടെ സ്കൂളിൽ ക്യാമ്പാണ് 10 ദിവസത്തെ. അപ്പോൾ 7 മണിക്കൂർ കൾച്ചറൽ പരിപാടിയുണ്ട്. അപ്പോൾ 2-3 ദിവസം നമ്മളൊന്നും പങ്കെടുത്തില്ല. ആരൊക്കെ മുല്ലന്മാർ വരുമോ എന്തൊക്കെയാണ് പരിപാടി എന്ന് നമുക്കറിയില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അമ്പലമേട് FSCT ഹൈസ്കൂളിൽ ആദ്യമായിട്ട് NCC ക്യാമ്പിലാണ് മിമിക്രി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജയൻ്റെ ഈ കരിമ്പനയിലെ ജയൻ്റെ ഈ ഇരുമ്പഴികളുടെ ഡയലോഗ് ഒക്കെ പറഞ്ഞോടുകൂടി ഭയങ്കര കയ്യടിയായി. അപ്പൊ അന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ക്യൂ നിൽക്കണമല്ലോ. അപ്പൊ ജയന്റെ 2 ഡയലോഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വേഗം ഫ്രണ്ടിൽ കയറ്റിയിരുന്നു. ആ ഡയലോഗ് പറഞ്ഞ അങ്ങനെ അതാണ് നമ്മുടെ ഒരു മിമിക്രിയുടെ എം എൻ നമ്പ്യാർ. പിന്നെ അറിയാവുന്ന എം എൻ നമ്പ്യാർ. പിന്നെ ഓരോന്ന് പഠിക്കാണ്. അവിടെ നിന്നാണ് മോഹൻലാലിനെ കിട്ടി. എൻ്റെ തന്നെ ഒരു കസിൻ അവിടെ മോഹൻലാലിനെ അന്ന് മഞ്ഞുലിഞ്ഞ പൂക്കളൊക്കെ ഇറങ്ങിയ സമയം മോഹൻലാലിന്റെ അവതരിപ്പിച്ചിട്ട് അവനിൽ നിന്ന് നമുക്ക് ഒരാൾ അനുകരിച്ച് കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് കൂടി എളുപ്പം. ഒരു കാർട്ടൂണിസ്റ്റ് ഒരു ഇന്ദിരാഗാന്ധിയുടെ മൂക്കൊന്നും ഇങ്ങനെ വക്രിച്ചിരിക്കുന്നത് കാണിക്കുമ്പോൾ അതേപോലെ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. അങ്ങനെ മോഹൻലാലിനെ കിട്ടി. അപ്പൊ പണ്ടൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ തിരിഞ്ഞു നിന്ന് മോഹൻലാൽ ഇങ്ങനെ കാണിച്ചാൽ മതി, ഭയങ്കര കൈയടിയാ. അപ്പൊ അന്ന് ശബ്ദത്തിന് വലിയ പ്രാധാന്യം വേണ്ട. നമ്മള് കൂടുതലും ഈ ഭാവങ്ങളും അഭിനയവും സംഭവങ്ങളും ഒപ്പിച്ച. അങ്ങനെ
മിമിക്രിയുടെ ഒരു സംഭവമായി. അല്ലെ എം എൻ നമ്പ്യാരൊക്കെ അവതരിപ്പിക്കേണ്ടി വന്നില്ല പല്ലൊക്കെ? പല്ലൊന്നും വിഷയമൊന്നുമില്ല. എമ്മന്നമ്പേരുടെ കണ്ണിന്റെ സംഭവമാണ്. മാപ്പ, അതെനിക്ക് പരിചയമില്ലാത്ത വാക്കാണത് റോബർട്ട്. അന്ന് ശക്തി ശക്തിയില് എം എൻ നമ്പ്യാരും ജയനും തമ്മിലുള്ള സ്ലോ മോഷൻ കൊല ചെയ്യണതും അതൊക്കെ വെച്ച് അങ്ങനെ വന്നു. പിന്നെ മണ്ണെടുത്തുകുഴി എന്ന് പറഞ്ഞിട്ട് പാലാരിവട്ടത്ത് ഇന്നിപ്പോൾ എറണാകുളം മെഡിക്കൽ സെന്ററിൽ ഇരിക്കണതിൻ്റെ ബാക്കിലായിട്ട് മണ്ണെടുത്ത് എന്ന് പറഞ്ഞ ഒരു കാവ്യാഞ്ജലി തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ അമ്മായിയുടെ വീട് അവിടെയാണ്. അപ്പോൾ ഈ കാവ്യാഞ്ജലി തിയേറ്റേഴ്സിൻ്റെ വാർഷികാഘോഷം, ഈ NCC ക്യാമ്പ് കഴിഞ്ഞിട്ട് ഈ കാവ്യാഞ്ജലിയിലാണ് ഞാൻ ആദ്യമായിട്ട്, ഈ പാലാരിവട്ടത്താണ് ആദ്യമായിട്ട് വെണ്ണല, അവിടെയാണ് ആദ്യമായിട്ടൊരു ഒരു പുറത്തുള്ള സ്റ്റേജിൽ ആദ്യമായിട്ട് മിമിക്രി ചെയ്യുന്നത്. അല്ല, ഈ അവിടുത്തെ കലാപരിപാടികളാണ്. അത് 81-ലാണ്. കാവ്യാഞ്ജലി ഒരു ക്ലബാണ്. ആ ക്ലബിന്റെ വാർഷികം. അവിടെ നമ്മൾ ആദ്യമായിട്ട് മിമിക്രി പബ്ലിക്കായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് അന്നൊക്കെ ഭയങ്കര കൈയടിയാണ്. ജയന്റെ തന്നെ ഇപ്പോൾ മാളാരന്തൻ ചേട്ടൻ എപ്പോൾ കാണുമ്പോഴും ജയന്റെ കാണിക്കും. കാരണം നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് ഒരുപാട് കൊളാക്കില്ല, അനുകരിക്കലാണ്, കറക്റ്റ് അനുകരിക്കൽ. അല്ലാണ്ട് ഹലോ എന്നൊക്കെ പറഞ്ഞ് നീട്ടിയുള്ള ജയനൊന്നും അല്ല അന്ന് ചെയ്തിരുന്നത്. കറക്റ്റ് സംഭവം. അതെ ജീവിച്ചിരിക്കുമ്പോ നേരിട്ട് കാണാനുള്ള അത് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ശങ്കര കോളേജിൽ വന്നു. 81-83 പ്രീ ഡിഗ്രി ശങ്കര കോളേജ്. ശങ്കര കോളേജിൽ ഞാൻ വരുമ്പോൾ നമ്മുടെ പത്മശ്രീ ജയറാം അന്ന് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ആയിട്ട് വരുന്നു, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ഫസ്റ്റ് ഇയർ ആയിട്ട് വരുന്നു. ജയറാം അവിടെ സെക്കൻഡ് ഇയർ ആയിട്ട്. അപ്പോൾ ജയറാം അവിടെ മിമിക്രിയിൽ പ്രേം നസീർ അതുവരെയൊക്കെ അങ്ങനെ കൊടികുത്തി വാണിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ കോളേജ് ഡേക്ക് തന്നെ ഞാൻ കയറി പെർഫോം ചെയ്തു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ എണ്ണങ്ങൾ, പിന്നെ കോമ്പറ്റീഷനാണല്ലോ, എണ്ണങ്ങൾ കുറേ നടന്മാരെ നമ്മൾ പഠിക്കാനും തുടങ്ങി. കൂട്ടുകാരുടെ ഇടയിലും ആകാശമാവിൻ തോട്ടത്തിലേക്ക് ഇരുന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അവർ പ്രോത്സാഹനം തന്നു. പിന്നെ സ്റ്റേജിൽ കയറാണ്. അങ്ങനെ ഫൈനൽ ഫസ്റ്റ് ഇയറിൻ്റെ ഈ കോളേജ് ഡേയുടെ കോമ്പറ്റീഷൻ വന്നപ്പോൾ ജയറാം ഇങ്ങനെ പ്രേം നസീർ, അടുത്ത പ്രേം നസീർ, സോമൻ എന്നൊക്കെ പറഞ്ഞ് ജയറാം അവതരിപ്പിച്ചു. ഞാൻ അന്ന് ചെയ്ത ഐറ്റം, എൻ്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞൊരു ഐറ്റം ക്യാൻസറിന് ലൈംഗിക രോഗം എന്ന് പറഞ്ഞ സിനിമ അന്ന് ഹിറ്റാണ്. അപ്പോൾ അതിൽ പ്രധാന അധ്യാപകൻ PK എബ്രഹാമാണ്. അപ്പോൾ PK എബ്രഹാം പ്രധാന അധ്യാപകനായിട്ട് ബാക്കി മലയാള സിനിമയിലെ സിനിമാ താരങ്ങൾ വിദ്യാർത്ഥികളുമായിട്ടുള്ള ക്ലാസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്ന് പറയുമ്പോൾ തന്നെ പൊരിഞ്ഞ കൈയടിയാണ്. കാരണം ഈ അധ്യാപകരും പിള്ളേരും ഒക്കെ അന്നത്തെ ഒരു പീസ് പടം ഉള്ളത് ഇതാണ്. അപ്പൊ ഇത് പറയുമ്പോ തന്നെ കൈയടിയാണ്. പിന്നെ നമ്മള് PK എബ്രഹാം, അപ്പൊ PK എബ്രഹാമിന്റെ ഒക്കെ ടോൺ ഇപ്പോഴത്തെ തലമുറ അറിയാം. എന്നും പുള്ളി ഹാർട്ട് രോഗിയാണ്, എന്നും ഹൃദയമാണ്. ശാലിനിയുടെ കൂട്ടുകാരി എന്ന് പറഞ്ഞ സിനിമയില് ശോഭയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ശരപഞ്ചരത്തിലെ മറ്റേ വീണ വായിക്കുമ്പോ മരിക്കുന്ന ആള്. അപ്പൊ അങ്ങേരെയാണ് അത് എടുത്താ പിന്നെ എടുക്കാം. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സിബിലിസ് എന്ന രോഗത്തെ കുറിച്ചുള്ള കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളൊക്കെയാണല്ലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എന്താ സുകുമാര, തനിക്ക് വല്ലതും പറയാനുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? കാര്യം ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷേ 4 പേരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കണ്ടായിരുന്നു. അതിന് സുകുമാരൻ ഈ രോഗമുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമല്ലേ ചോദിച്ചുള്ളൂ. എന്താ പപ്പു, തനിക്ക് വല്ലതും പറയാനുണ്ടോ? അല്ല, എനിക്കൊരു സംശയം. ഇതിന്റെ രോഗാണുക്കൾ എങ്ങനെ ഈ ആനയുടെ അത്രയ്ക്കുണ്ട്, അത് ഈ കൂത്തിക്കിന്റെ അത്രയ്ക്ക്? എൻ്റെ പപ്പു, ഇതിൻ്റെ രോഗാണുക്കളെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല. അത് ശരി. അപ്പോഴേ എനിക്കൊരു സംശയം. എന്താ മോളെ, പറയൂ. അല്ല, ഇതിങ്ങനെ പകരുന്ന രോഗമാണോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാൻ ഈ സുകുമാരൻ്റെയും പപ്പുവിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കണേ, അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. ഇങ്ങനെ മലയാള സിനിമയിലെ കുറേ നടന്മാരിങ്ങനെ പകരാണ്. അതൊരു സംഭവമായിരുന്നു. അങ്ങനെ മിമിക്രി ആരും ചെയ്യാത്തൊരു കാലഘട്ടമാണ്. അങ്ങനെ എനിക്ക്
ഫസ്റ്റ് കിട്ടി, ജയറാമിന് സെക്കൻഡ്. അങ്ങനെ നമ്മളുടെ മനസ്സിൽ പത്മശ്രീ ജയറാമിനെ തോപ്പിച്ച ഒരാള് എന്നുള്ള നമുക്കിപ്പോ ഒരു തോന്നലുണ്ടല്ലോ. ഞാൻ ഒരിക്കൽ ഒരു ഗൾഫ് പരിപാടിക്ക് ഞാനിങ്ങനെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കോട്ടൊക്കെ ഇട്ട് ഒരു കക്ഷി ഇങ്ങനെ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രീൻ റൂമിൽ വന്നിരുന്ന് സ്റ്റേജിന്റെ ബാക്കിൽ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിപ്പിടിക്കും പുള്ളി എൻ്റെ കൈമ കയറി പിടിച്ചു. മിമിക്രിയിൽ ജയറാമിനെ തോപ്പിച്ച ആളല്ലേ എന്നാണ് പുള്ളി എന്നോട് ചോദിക്കണേ. അപ്പൊ ഞാൻ ശങ്കര കോളേജിൽ ഏതില് എന്താ പഠിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു ചോദിക്കാണ്. അപ്പൊ അന്ന് ശങ്കര കോളേജിൽ UC ആയിരുന്ന ഒരാള് അന്ന് വിദേശത്തുണ്ട്. അപ്പോ ആ കാലഘട്ടത്തിൽ പഠിച്ചവർക്ക് അതൊരു സംഭവമായിരുന്നു. ജയറാമിന് ഇപ്പോഴും അതൊരു സംഭവമായിട്ടിരിക്കുന്നു. ഉള്ളിലുണ്ടാവും. ഉണ്ട്. അല്ല, നമുക്കൊരു ഇത് നമ്മള് പത്മശ്രീനൊക്കെ തോപ്പിച്ച ആളാണല്ലോ എന്നുള്ള. ഞാനപ്പോ ഇരിക്കണ ആരുടെ കൂടെ അറിയാമോ? ജയറാമിനെ തോപ്പിച്ച ആളുടെ കൂടെയാണ്. അല്ല, അത് ഈ ജഡ്ജിമാരൊക്കെ ഇരിക്കണത് ടീച്ചർമാരൊക്കെയാണല്ലേ. അതെന്തോ അന്നത്തെ ലോട്ട് എനിക്കായിരുന്നു. അങ്ങനെ എനിക്കത് നടന്മാർ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മിമിക്രിയോട് അങ്ങനെ മിമിക്രി കണ്ടിട്ട് പോലുമില്ല. ഞാൻ ഹൈസ്കൂളിൽ ചേർന്ന സമയത്താണ് ഞാൻ ഈ കൊച്ചിൻ കലാഭവൻ്റെ ഒരു പരിപാടിയുണ്ട്, മാറമ്പിള്ളിയിൽ കലാഭവൻ്റെ പരിപാടിയിൽ. അന്ന് ജയറാം, സൈനിക, കലാഭവൻ, റഹ്മാനിക്ക ഇവരൊക്കെ ഒന്ന് നടന്മാരെടുക്കണമെടുപ്പോൾ അതിന് കിട്ടിയൊരു കയ്യടി എന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്. തമാശയിലുപരി അവിടെ വന്ന അടുത്ത് പ്രേം നസീർ എന്ന് പറയുമ്പോൾ ജയറാം വന്നിട്ട് അമ്മയുടെ പിന്നെ അങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് വരും. എന്നാൽ പിന്നെ ഇതുമ്പോൾ തന്നെ ഒരു അരക്കൈ നോക്കിയാലെന്ന് പറഞ്ഞത് അന്ന് പോലെ പിന്നെ നടന്മാരെ അനുകരിക്കാനായിട്ട് കൊരവള്ളി പൊട്ടിക്കണം. അന്ന് പ്രേം നസീർ പഠിച്ചു, മധുസാർ പഠിച്ചു. അങ്ങനെ പിന്നെ 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 ഓരോരുത്തർ ഇത് നമ്മളിപ്പോ പ്രവേശം പോലെ ഇപ്പൊ. അതെ, പഠിച്ചൊരു കഥ പറഞ്ഞ രസമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊരു 3 സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന്മാർ ഒരുമിച്ചിരുന്നാണ് മിമിക്രി കാണുന്നത്. അപ്പം ഈ പ്രോഗ്രാം കഴിഞ്ഞ സ്റ്റേജിൻ്റെ പുറകിലേക്ക് വന്നപ്പോൾ ജയറാമേട്ടൻ, സൈനിക്ക, റഹ്മാനിക്കൊക്കെ വന്നപ്പോൾ ജയറാമേട്ടനോട് ചോദിച്ചത് എങ്ങനെ ചേട്ടൻ പഠിക്കുന്നത് ചോദിച്ചു. അപ്പം അന്ന് ജയറാം എടുത്ത ഒരു ശബ്ദം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്ന് അമ്മയുടെ പുന്നാര മകൻ ഗാന്ധിജിയാണ് വന്നിരിക്കുന്നത്, ആ കണ്ണു തുറക്കില്ല അമ്മേ ഈ ഡയലോഗ് എടുത്തത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫുൾ ഡയലോഗ് പറയരുത്. അമ്മയുടെ പുന്നാര മകൻ ഗാന്ധിജിയാണ് അമ്മ വന്നിരിക്കുന്നത്, ആ കണ്ണു തുറക്കും അമ്മ, ഈ കണ്ണു തുറക്കും അമ്മ എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കിട്ടും. പിന്നെ ഒരു സ്റ്റാറിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് അതിൽ നിന്ന് എടുക്കാമെന്ന് പറയും. അപ്പം ഞാനും വീട്ടിൽ പോയി ഇതുപോലെ അമ്മയെ കണ്ണു തുറക്കും ഉറങ്ങി കിടക്കണം അമ്മ എൻ്റെ ഒരു എന്തേടാ അങ്ങനെ ഒരുത്തൻ ഇതുപോലെ അവൻ്റെ അമ്മയ്ക്കൊരു കുഴപ്പമില്ല. ഉച്ചക്ക് ഊണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറയത്ത് വന്ന് കിടക്കും. ഇറയത്ത് വന്ന് കിടക്കണമെന്ന് വെച്ചാൽ അവിടെ ഫാനുള്ളൂ. അപ്പോൾ ഫാനുള്ള കാറ്റ് കൊള്ളാൻ വേണ്ടിയില്ല, പുറമേ നിന്ന് വന്ന ആൾക്കാർ കാണാൻ വേണം കാറ്റ് കൊള്ളുമ്പോൾ. രാത്രി കൂടുതൽ കിടക്കുന്നത് വേറെ കേസ്. അപ്പം ഇതിൻ്റെ ഈ വിളക്ക് കത്തിച്ചിട്ട് അന്ത്യം വിളക്കെടുത്ത് കത്തിച്ചിട്ട് ഞാൻ അടിയിലേക്ക് വെക്കും. അപ്പോൾ ഇവൻ്റെ അമ്മ വന്ന് ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് അവിടെ കിടക്കുമ്പോൾ ഇവൻ തൊട്ടപ്പുറത്തെ ബാത്റൂമിൽ നിന്നിട്ട് കണ്ണു തുറക്കും അമ്മയുടെ പുന്നാർമ്മ ഗാന്ധിക്കണം കണ്ണു തുറക്കും അമ്മയെന്ന് ഇവൻ്റെ ഈ ശരിയായിട്ട് വന്നപ്പോൾ ഇവൻ ആവേശം മൂത്ത്. ഇവൻ പിന്നെയും പറയാം. അപ്പുറത്തെ വീട്ടിൽ അവർ വന്ന് നോക്കിയപ്പോൾ അമ്മ ഇങ്ങനെ കിടക്കുകയും ചെയ്ത് വിളക്ക് തലക്കമ്പാത്തിരിക്കണ് അമ്മയെ കണ്ണു തുറക്കും. ഇവര് നോലോളി തുടങ്ങി. ചുറ്റുപാടുള്ള ആൾക്കാരും ഇവൻ കുളിമുറിന്ന് കുളി കഴിഞ്ഞ് ഇറക്കി വീട് നിറച്ച് അമ്മ ഇങ്ങനെ കിടക്കണം.